ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ട് ഒരു വാച്ചിനെ പറ്റിയോ അതിന്റെ ഡിസൈനോ അൺബോക്സിംഗോ എന്നല്ല പറയുന്നത്. ഒരു വാച്ച് കമ്പനി വിറ്റ ഒരു ചരിത്രത്തെ പറ്റിയാണ് പറയുന്നത്. അതായത് വെറും $23,000 പൂട്ടിക്കിടന്നിരുന്ന ഒരു വാച്ച് കമ്പനി വാങ്ങുന്നു. അതിൽ കുറെ പരിഷ്കരണങ്ങളൊക്കെ നടത്തി അതിനെ ഡെവലപ്പ് ചെയ്തപ്പോൾ ആരാണോ വിറ്റത് അവർ തന്നെ ഈ വാങ്ങിയ ആളെ വിളിച്ചിട്ട് ആ കമ്പനി 71 മില്യന് തിരിച്ചെടുക്കുകയാണ്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് കഥയല്ലേ? അതാണ് നമ്മളൊന്ന് പറയുന്നത്. ഈ ഒരു വിൽപ്പനയുടെ കഥ പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വാച്ച് കമ്പനീനെ മാത്രമല്ല, ഇത് വാങ്ങിയ ആളെയും അയാളുടെ ഒരു എക്സ്പെർട്ടൈസും കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. അതിലേക്കൊന്ന് പോയിട്ട് നമുക്ക് ഈ വിറ്റ കഥയിലേക്ക് തിരിച്ചെത്താം. സ്വിസ് വാച്ച് ഇൻഡസ്ട്രിയിൽ ഒരുപാട് പ്രഗത്ഭരായ ആൾക്കാരുണ്ട്. അതിൽ പലരും വാച്ച് കമ്പനി തുടങ്ങിയവരോ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയവരാണ്. പക്ഷെ ഇവിടെ വേറെ 3 പേരുണ്ടായിരുന്നു. അതായത് ഇത് തകർന്നു പോകുന്ന സമയത്ത് അതിനെ രക്ഷപ്പെടുത്തിയവര്. അതിലൊരാളെ പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഡിസൈൻ കൊണ്ട് പല ആൾക്കാരെയും തിരിച്ച് വാച്ച് ഇൻഡസ്ട്രിയിലേക്ക് അതിന്റെ വാച്ചിന്റെ കളക്ഷനിലേക്കും കൊണ്ടുവന്ന ജെറാൽ ജെൻഡ എന്ന് പറഞ്ഞ ഡിസൈനറെ പറ്റി. അടുത്ത് നമ്മൾ ഈ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പറയുന്ന വേറൊരു പ്രഗത്ഭനായ മനുഷ്യനുണ്ട്, ജീൻ ക്ലൗഡ് ബീവർ എന്ന് പറഞ്ഞ ഒരു വാച്ച് മേക്കർ. ഈ ജീൻ ക്ലൗഡ് ബീവർ എന്ന് പറഞ്ഞ വാച്ച് മേക്കർ ആളുടെ ഡിഗ്രി ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് വാലഡി ജോക്സ് എന്ന് പറഞ്ഞ വാച്ചുകളുടെ തറവാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് വാച്ച് ഇൻഡസ്ട്രി മൊത്തം ഈ പറഞ്ഞൊരു താഴ്വരയിൽ ചുറ്റിപ്പറ്റിയാണ് കമ്പനികളുള്ളത്. അവിടേക്കാണ് അയാൾ ഗ്രാജുവേഷൻ കഴിഞ്ഞ് വരുന്നത്. ജീൻ ക്ലൗഡ് ബീവർ ഈ വാലഡി ജോക്സിൽ വന്നിട്ട് ആളുടെ ഫ്രണ്ട് ആയിട്ടുള്ള ജാക്വസ് പിഗനെ കാണുന്നു. എന്നിട്ട് ആളുടെ അച്ഛനുണ്ട് ഫ്രെഡറിക് പിഗെ എന്ന് പറഞ്ഞത്. അവർക്കൊരു മൂവ്മെന്റ് മേക്കിംഗ് കമ്പനി ഉണ്ട്. ആൾ കുറച്ച് ഇൻഫ്ലുവൻസ് ഉള്ള ആളാണ്. ഫ്രണ്ടിനോട് പറഞ്ഞ് അച്ഛനോട് പറഞ്ഞ് ഓർബാർ എന്ന് പറഞ്ഞ പ്രശസ്തമായ കമ്പനിയിൽ ഒരു സെയിൽസ്മാന്റെ ജോലി വാങ്ങുകയാണ്. അവിടെ ആള് 1 വർഷം ജോലി ചെയ്യാണ്. ആ ജോലി ചെയ്ത് ആർട്ട് ഓഫ് വാച്ച് മേക്കിംഗ് കുറെ കാര്യങ്ങൾ അറിഞ്ഞപ്പോ ആൾക്ക് തോന്നി ഇത് നമുക്ക് വലിയ സ്ഥലമല്ലാന്ന്. നമുക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അയാൾ 1 വർഷം അവിടെ വർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പുറത്തിറങ്ങുന്നു. പിന്നെ ആൾ നേരെ പോകുന്നത് എവിടേക്കാന്ന് വെച്ചാൽ ഒമേഗയിലേക്കായിരുന്നു. ഒമേഗയിൽ ആൾ ചെന്ന് പ്രൊഡക്ട് മാനേജറായിട്ട് വർക്ക് ചെയ്യണം. അവിടെയും ആൾക്ക് 1 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞപ്പോ തോന്നി ഇത് നമ്മുടെ ഫീൽഡല്ല. ആൾ അവിടെ നിന്നും റിസൈൻ ചെയ്ത് തിരിച്ചു വരികയാണ്. അപ്പോ ആൾക്കാണെങ്കിൽ ഒരു പുതിയ വാച്ച് കമ്പനി തുടങ്ങുക അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം ചെയ്യാനാണ് താല്പര്യം. ആൾ ലാസ്റ്റ് ഒരു ഐഡിയ ആയിട്ട് എത്തി. വീണ്ടും ഈ ഫ്രണ്ടായ ജാക്വസ് പിഗനെ കണ്ടിട്ട് എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു കമ്പനി വാങ്ങി നമുക്ക് ഡെവലപ്പ് ചെയ്യാന്ന് തീരുമാനിച്ചു. അങ്ങനെ അവര് ഏത് കമ്പനി വാങ്ങുമെന്ന് നോക്കുന്ന സമയത്താണ് കോട്സ് ക്രൈസിസ് നടക്കുന്നതും അന്നത്തെ അല്ല ഇന്ന് തന്നെയും ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കമ്പനി ഉണ്ട്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ടൈറ്റൻ വാങ്ങിയ ഫേവർ ലൂബേനെ പറ്റിയിട്ട്. ഫേവർ ലൂബെ 2ാമത്തെ ഓൾഡസ്റ്റ് കമ്പനിയാണ്. അതിനു മുമ്പുള്ള ബ്ലാങ്ക് പേ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. അവര് 289 വർഷം മുമ്പ് തുടങ്ങിയതാണ്. ആ കമ്പനി ഈ കോട്സ് ക്രൈസിസിൽ പെട്ട് ആകെ തകർന്നടിച്ച് കിടക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പൊ ഏത് കമ്പനീനെ പറ്റിയാണ് പറയാൻ പോണേന്ന്. വേറെ കമ്പനി ഒന്നുമല്ല, ബ്ലാങ്ക് പേ തന്നെയാണ്. ഇത് സ്ഥാപിച്ചത് ജഹാൻ ജാക്വസ് ബ്ലാങ്ക് പേ എന്ന് പറഞ്ഞൊരു കക്ഷി 1735 വില്ലററ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അത് പിന്നത്തെ അതിലത്തെ ഒരു സംഭവം എന്താ വെച്ചാൽ അതിന്റെ നെക്സ്റ്റ് ജനറേഷൻ 2 ആൾക്കാർ ഇത് കണ്ടിന്യൂ ചെയ്തിട്ടുള്ള ഒരു ഹിസ്റ്ററി ഇല്ല. പിന്നെ 1715 ഈ സ്ഥാപകന്റെ ഗ്രാൻഡ് സൺ ആയിട്ടുള്ള ഫ്രെഡറിക് ബ്ലാങ്ക് പേ എന്ന് പറഞ്ഞ കക്ഷിയാണ് ഇതിനെ റീസ്ട്രക്ചർ ചെയ്യണതും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. അവരുടെ നെക്സ്റ്റ് ജനറേഷനിലുള്ള ഒരു ലേഡി ആയിരുന്നു. അവർക്ക് ഇത് നടത്താൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന 2 അസോസിയേറ്റ്സ് ഇത് ഏറ്റെടുക്കുക. അങ്ങനെ ഇതിന്റെ പ്രൊഡക്ഷൻ അടിച്ചു പൊളിച്ച് പോവുകയാണ്. ബിക്കോസ് ഇവരുടെ ഒരുപാട് നല്ല മെക്കാനിക് മൂവ്മെന്റ് ഒക്കെ ഉണ്ട്. അത് വെച്ച് ഇതിന്റെ പ്രൊഡക്ഷൻ തകർത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കോട്സ് ക്രൈസിസ് വരുന്നതും ഒരു കമ്പനി ഏറ്റെടുക്കുന്നത്. അപ്പൊ ഈ ക്രൈസിസിന്റെ സമയത്ത് തകരുന്നതിനും ജസ്റ്റ് മുമ്പൊക്കെ ഇവരുടെ ഇയർലി പ്രൊഡക്ഷനൊക്കെ 2.5 ലക്ഷം പീസസ് ഒക്കെ ആയിരുന്നു. പക്ഷേ കോട്സ് ക്രൈസിസിൽ ഇതിന് ആകെ തകർച്ച സംഭവിച്ചതോടുകൂടി ആ ഗ്രൂപ്പുകാർ ഇത് അടച്ചു കൂട്ടിയൊരു സ്ഥലത്ത് വെച്ചു. മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ ജീൻ ക്ലൗഡ് ബീവറും ജാക്വസ് പിഗയും കൂടി ഇത് വാങ്ങാൻ തീരുമാനിക്കുന്നത്. ഈ ഗ്രൂപ്പിനെ സമീപിക്കുന്നത് വെറും $23,000 ഇവര് ഈ സംഭവം വാങ്ങിച്ചെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നെ വാച്ച് ഇൻഡസ്ട്രി കാണുന്നത് മാർക്കറ്റിംഗിൽ അതിന്റെ എന്താ പറയാ ഭീകരമായ തലങ്ങളിൽ കൂടി കമ്പനി പോകുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനം ഈ ജീൻ ക്ലൗഡ് ബീവർ ഉപയോഗിച്ച ഒരു സ്ലോഗനാണ്. ആ സ്ലോഗൻ തന്നെയാണ് കമ്പനി ഇപ്പോഴും ഉപയോഗിക്കുന്നത്. സ്ലോഗൻ എന്തായിരുന്നു വെച്ചാൽ ബ്ലാങ്ക് പേ ഹാസ് നെവർ മെയ്ഡ് എ കോട്സ് വാച്ച് ആൻഡ് നെവർ വിൽ. അതായത് ബ്ലാങ്ക് പേ ഇതുവരെ ഒരു കോട്സ് വാച്ച് ഉണ്ടാക്കിയിട്ടില്ല, ഇനി ഭാവിയിൽ അത് ഉണ്ടാക്കുകയില്ല. ഇതായിരുന്നു ഇങ്ങോരുടെ സ്ലോഗൻ. ഇത് മാത്രമല്ല ഒരുപാട് സ്ട്രാറ്റജികൾ ഇയാൾ കൊണ്ടുവരുന്നുണ്ട് ഈ ജീൻ ക്ലൗഡ് ബീവർ. ആ സ്ട്രാറ്റജികൾ പല കമ്പനികളും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനെ പറ്റി ഒരു കഥ ഞാൻ സെപ്പറേറ്റ് പറയാം. അതായത് ഈ ജീൻ ക്ലൗഡ് ബീവറിനെ പറ്റി ഒരു വീഡിയോ ഉണ്ടാക്കാനുള്ള ഹിസ്റ്ററി ഉണ്ട്. നമുക്കിപ്പോ ഈ കഥ തുടരാം. അതായത് പിന്നെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഓഡ്മാർ പിഗെന്നും ഒമേഗയെന്നും പഠിച്ച സകല ഐഡിയകളും ഇവിടെ ഇറക്കും.
എന്നിട്ട് ഈ കമ്പനീനെ ഡെവലപ്പ് ചെയ്യണം. 1981 ഈ സാധനം വാങ്ങി 1991 എത്തിയപ്പോഴേക്ക് 50 മില്യൺ ആണ് ഇവരുടെ ഇയർലി വരുമാനം ഈ കമ്പനിയുടെ, അതായത് $. ബ്ലാങ്ക് പേയുടെ ഇത്രയും പുരോഗതി കണ്ടപ്പോ ഇത് വിറ്റ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവർക്ക് തോന്നിയത് തിരിച്ചു വാങ്ങാന്ന്. അങ്ങനെ ഇവര് ജീൻ ക്ലൗഡ് ബിയറിനെ കാണും, ഈ കമ്പനി തിരിച്ചു തരാൻ പറയണം. അങ്ങനെ 23,000 വിറ്റ ആ കമ്പനീനെ ഈ കമ്പനി വീണ്ടും 71 മില്യന് തിരിച്ചു വാങ്ങുകയാണ്. ആ വാങ്ങിയ ഗ്രൂപ്പ് മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സ്വാച്ച് ഗ്രൂപ്പ് തന്നെയാണ്. ആ സ്വാച്ച് ഗ്രൂപ്പിന്റെ ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള മോഡൽ ബ്ലാങ്ക് പേ. അവർക്ക് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള മോഡലുകളുണ്ട്. അതിലൊന്നാണ് 50 ഫാൻഡംസ് എന്ന് പറഞ്ഞ ഡൈവിംഗ് വാച്ച്. 1953 അത് ഡിസൈൻ ചെയ്യുന്നതും ഉണ്ടാക്കുന്നതും. ഈ വാച്ച് ലോകത്തിലെ US മിലിറ്ററി, ഫ്രഞ്ച് മിലിറ്ററി പോലുള്ള ഒരുപാട് മിലിറ്ററിയിലെ പ്രഗത്ഭരായ നാവിഗേഷൻ ഉദ്യോഗസ്ഥന്മാർ ഉപയോഗിച്ചൊരു വാച്ചാണ്. ഇപ്പോഴും ആ വാച്ച് ഒരു സൂപ്പർ ഡൈവിംഗ് വാച്ചാണ്, ഏറ്റവും കോസ്റ്റ്ലിയസ്റ്റ് വാച്ചാണ്. നിങ്ങളിപ്പോ ദുബായിലൊക്കെ വന്ന് നോക്കി കഴിഞ്ഞാൽ ദുബായ് അക്വേറിയം ഉണ്ടല്ലോ, ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡോർ അക്വേറിയം. ബ്ലാങ്ക് പേ ആണ് സ്പോൺസർ ചെയ്തേക്കണേ. ബ്ലാങ്ക് പേയുടെ ഈ വാച്ചിന്റെ പടമാണ് അവിടെ വെച്ചിട്ടുള്ളത്. അതായത് നിങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ അതിന്റെ പല മോഡൽസ് അവിടെ ഡിസ്പ്ലേയിൽ വെച്ചേക്കുന്നതാണ്. 50 ഫാൻഡംസ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഒരു ഗ്രാൻഡ് കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു വാച്ച് ഉണ്ട്. ഈ ജീൻ ക്ലൗഡ് ബിയർ വന്നിട്ട് 1991 അത് ഇറക്കുകയാണ്. ഈ ലിമിറ്റഡ് പ്രൊഡക്ഷൻ ആണ്, 30 പീസ്. അത് ഭയങ്കര കോസ്റ്റ്ലി ആണ് ആ വാച്ച്. അത് ഇവരുടെ ഒരു ഫേമസ് ആയ വാച്ചാണ്. പിന്നെ വില്ലററ്റ് എന്ന് പറഞ്ഞ ഇവരുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡൽ ഉണ്ട്, വെരി ബ്യൂട്ടിഫുൾ. അതായത് ഈ ഗ്രാൻഡ് കോംപ്ലിക്കേഷൻ കഴിഞ്ഞാൽ ഈ ബ്ലാങ്ക് പേ വാച്ചുകളെ പറ്റി പറയുമ്പോൾ ഒരു ചെറിയൊരു കമ്പാരിസൺ ഞാൻ പറയാം, ഇതിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി പുറത്ത്. അതായത് ഈ ബ്ലാങ്ക് പേ വളരെ ലക്ഷറിയസ് വാച്ചാണ്, ഭയങ്കര വില പിടിച്ച വാച്ചാണ്. ഇതിന്റെ കോമ്പറ്റീറ്റർ ഒക്കെ വരുന്നത് റോളക്സ്, ഔട്ട്മാപ്പ് ചെയ്യുകയാണ്. റോളക്സ് ഒരു മാസം 2000 വാച്ചുണ്ടെങ്കിൽ ഇവര് 30 വാച്ച് ഉണ്ടാക്കണം ഒരു മാസം. ഇതാണ് അതിന്റെ ഒരു കമ്പാരിസൺ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇവരുടെ വില എത്രയായിരിക്കും. അത് ഉണ്ടാക്കാനുള്ള അതിന്റെ ടഫ്നെസ്സും സ്പെസിഫിക് വാച്ച് മേക്കറുടെ റിക്വയർമെന്റ്സ് ഒക്കെ വെച്ചിട്ടാണ് അത് ഉണ്ടാക്കുക. അതിന്റെ ക്വാണ്ടിറ്റി കുറച്ചവർ ഉണ്ടാക്കുന്നത്. ഈ ബ്ലാങ്ക് പേ വാച്ചുകൾക്ക് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. അവരുടെ ഒരു വാച്ചിന്റെ, ദാറ്റ് മീൻസ് ഒരു സിംഗിൾ പീസ് ഒരു വാച്ച് മേക്കറാണ് കംപ്ലീറ്റ് ഫിനിഷിംഗ് ചെയ്യുക. ദാറ്റ് മീൻസ് ബാക്കി പല ബ്രാൻഡുകളിലും ഓരോ പീസസോ അല്ലെങ്കിൽ ഓരോ ഏരിയയോ വിവിധ വാച്ച് മേക്കേഴ്സ് ആണ് ഫിനിഷ് ചെയ്യുന്നതെങ്കിൽ ബ്ലാങ്ക് പേ വാച്ചുകളിൽ സെയിം വാച്ച് മേക്കറാണ് ഒരു സിംഗിൾ പീസ് വാച്ചിന്റെ ഫുൾ ഫിനിഷിംഗ് വർക്കുകൾ ചെയ്യുക. ഇതൊക്കെയാണ് ഈ വാച്ചിനെ കുറെ സ്പെഷ്യലൈസ് ആക്കുന്നതും എക്സ്പെൻസീവ് ആക്കുന്നതും ഇതിന്റെ ഡിമാൻഡ് കൂടാനുള്ള കാരണം. അപ്പോ ചെറിയ വിലയ്ക്ക് വിറ്റ് വലിയ വിലയ്ക്ക് തിരിച്ചെടുത്ത കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, കമന്റുകൾ ചെയ്യുക, ചോദ്യങ്ങൾ ചോദിക്കുക. വീണ്ടും ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.